ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ഏത് സ്ഥലത്താണ് ഞാൻ പോയപ്പോൾ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അവിടെ അടച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ്. ഇത്രയും മനോഹരമായ സ്ഥലം കേരളത്തിലല്ല കേട്ടോ, ഇത് തമിഴ്നാടാണ്. ഇത് കന്യാകുമാരിക്ക് പോകുന്ന വഴി തന്നെയാണ് ലെമൂർ ബീച്ച്. ഒരുപാട് പേര് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലം ലെമൂർ. വളരെ മനോഹരമായൊരു ബീച്ചാണ്. ഞാൻ അതിൻ്റെ അകത്ത് പോയ 1-2 വീഡിയോസ് എടുക്കണമെന്ന് കരുതി പോയതാണ്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റി. ഞാൻ അറിഞ്ഞില്ല, നെറ്റിൽ ഓപ്പൺ എന്നായിരുന്നു. പക്ഷേ അവിടെ പോയപ്പോൾ അവർ ക്ലോസ് ചെയ്തു. ഭയങ്കര തിരയാണ്, അതുകൊണ്ട് അവർ അതിനെ ക്ലോസ് ചെയ്തിട്ടിരുന്നു. പകരം ഞാൻ മറ്റൊരു ബീച്ചിലോട്ട് പോയി. ആ ബീച്ചിൻ്റെ കഥ ഞാൻ നാളെ വീഡിയോ ഇടാം കേട്ടോ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ പോലും കാണാത്ത അത്രയും വൃത്തിയായിട്ടുള്ള ഒരു ബീച്ചാണ്. വളരെ മനോഹരമാണ്. ഫോട്ടോഷൂട്ടിനും അതുപോലെ കൊച്ചുകുട്ടികളുടെ വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ നല്ല മനോഹരമായൊരു ബീച്ചാണ് ഈ ലെമൂർ. എനിക്ക് അകത്ത് കയറാൻ കഴിയുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം പോവും. അപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്ര വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഷോർട്ടും ഇടാറുണ്ട്, വീഡിയോസും ചെറുതായിട്ട്. കണ്ടോ, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാനത് കണ്ടില്ല, അറിയാതെയാണ് പോയത്. അറിയാതെ എനിക്ക് അബദ്ധം പറ്റി. സോ ഇതുപോലെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഭയങ്കര വിഷമമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര അതിനകത്തേക്ക് ഞാനിങ്ങനെ ക്യാമറയൊക്കെ വെച്ച് ഇങ്ങനെ എടുക്കാൻ ശ്രമിച്ചു. ആ മതിലിനപ്പുറത്താണ് നമ്മുടെ ബീച്ച് വരുന്നത്. വളരെ വൃത്തിയുള്ള, പോയി ഇരിക്കാൻ തോന്നുന്ന, ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്ന ഒരു ബീച്ചാണ്. താമസിയാതെ ഞാൻ ഒരു ദിവസം കൂടെ പോകും. അത് ഓപ്പൺ ആകുമ്പോൾ. കടൽ ഭയങ്കര ക്ഷോഭമായതുകൊണ്ടാണ് അവർ ക്ലോസ് ചെയ്തിട്ട്